ഇന്ന് ഒരു സ്റ്റുഡന്റ് അതല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ കാറ്റഗറിയിലുള്ളവർക്ക് ഇതുകൊണ്ട് എങ്ങനെ അതിന്റെ ഒരു യൂസ് എങ്ങനെ ഒരു കാര്യം വാട്ട് യു ഷുഡ് ഡിസർവ് അബ്സല്യൂട്ട്ലി റൈറ്റ്. കാരണം നമ്മളിത് തുടങ്ങിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ ഇപ്പം. അന്ന് പ്യൂർലി മെമ്മറി എക്സാംസ് എല്ലാം അങ്ങനെ ആയിരുന്നു. ഇന്ന് അതിന്റെ ടോട്ടൽ പാറ്റേണെ മാറിയിട്ട് അല്ലേ? തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഓപ്പൺ ബുക്സ് എക്സാമിന്റെ ഒരു കാലഘട്ടമാണ്, അതിലൂടെ പോകുന്നു. എക്സാമിന്റെ പാറ്റേണുകൾ മാറി അല്ലേ? അതെ. എങ്കിലും ഇപ്പം നമ്മളതിന് ഈ കാലഘട്ടത്തിനനുസരിച്ച് അതിനെ എന്ത് ചെയ്തു, ഒന്ന് ചേഞ്ച് ചെയ്തു. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിനെ ആക്റ്റീവ് ആക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ സ്കിൽസും കാര്യങ്ങളും എങ്ങനെ ഉപയോഗപ്പെടുത്താം. അതിപ്പോൾ ഒരു 70 വയസ്സുള്ള ഒരാളാണ് ആയിക്കോട്ടെ, അല്ല ചെറുപ്പക്കാരനായിക്കോട്ടെ, ഒരു കാര്യം ഉറപ്പുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് നമ്മുടെ ജീവിതം മാറ്റിമറിച്ചതുകൊണ്ട് സംഭവിച്ചൊരു കാര്യം, നമ്മൾ ഈ സാധനത്തിന് ഉപയോഗം ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതെ. അപ്പോൾ അവിടെ കുറയുമ്പോൾ ഒരു പ്രശ്നം, ഇതിൻ്റെ എന്താ പറയുക, ഇൻവോൾവ്മെൻറ്റ് കുറയുമ്പോൾ ഇതൊരു കത്തി പോലെ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ നൈഫ്. ഓക്കെ, ഇത് മൂർച്ച കൂട്ടും തോറും ഇതിൻ്റെ ഷാർപ്പ്നെസ് എന്നും നിലനിൽക്കും. വെറുതെ ഇരുന്നാൽ തുരുമ്പ് പിടിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സാധനവും യൂസ് യുവർ ബ്രെയിൻ ഓർ ലൂസ് യുവർ ബ്രെയിൻ. ഇതാണ് നിങ്ങൾ ഉപയോഗിക്കുക, ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് നശിച്ചു പോകും. അത് തന്നെയാണ് ഈ ഒരു സംഗതി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ബിസിനസ്സുകാർക്കായിക്കോട്ടെ, ഗ്രൂപ്പുകൾക്കായിക്കോട്ടെ, സ്റ്റുഡൻസിനായിക്കോട്ടെ, ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഈ ട്രെയിനിങ്ങിനെ ചേഞ്ച് ചെയ്തു. ഓക്കെ.